ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ലവ്ലി എന്ന മൂവിയാണ്. കഥയിലേക്ക് എടുക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ നായകനായ ബോണിയാണ്. രാവിലെ അയൽവക്കത്തുള്ള രണ്ട് സ്ത്രീകളുടെ ബഹളം കേട്ടാണ് അവൻ ഉറക്കം എഴുന്നേൽക്കുന്നത്. അവന്റെ റൂമിൽ നിറയെ ചില കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ട്. അവന്റെ കയ്യിൽ കിട്ടിയ പൊട്ടിയ വസ്തുക്കളൊക്കെ വെച്ചിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പുറത്തേക്കിറങ്ങി ചെല്ലുമ്പോഴാണ് അമ്മ മീൻ വാങ്ങിക്കാൻ നിൽക്കുന്ന കാണുന്നത്. എന്താണ് പുറത്ത് ബഹളം എന്ന് ചോദിക്കുമ്പോൾ അവന്റെ അമ്മ പറയുന്നുണ്ട്, അയൽവക്കത്തുള്ള രണ്ട് വീട്ടിലെ സ്ത്രീകൾ തമ്മിലുള്ള പ്രശ്നത്തിന് കാരണം അവരുടെ വീട്ടിലെ നായ്ക്കളാണ്. ഒരു വീട്ടിലെ നായ്ക്ക് മറ്റേ വീട്ടിലെ നായില് രണ്ട് കുട്ടികളുണ്ടായി. എന്നാൽ കുട്ടികളെ ഷെയർ ചെയ്യാൻ ആ ഓണർ സമ്മതിക്കുന്നില്ല. തങ്ങളുടെ നായ്ക്കുണ്ടായ കുട്ടി തങ്ങൾക്ക് തന്നെ വേണമെന്ന് പറയുന്നു. ഷിറ്റ്സു ഇനത്തിൽപ്പെട്ട നായതുകൊണ്ട് തന്നെ കുട്ടികളെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടും. അതുകൊണ്ട് അവരാകട്ടെ കുട്ടിയെ ആ രണ്ടാമത്തെ നായുടെ വീട്ടുകാർക്ക് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. അതായിരുന്നു പ്രശ്നം. അത് കേട്ടപ്പോ ബോണിക്കും കഷ്ടം തോന്നി. കോളേജൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന ബോണിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അച്ഛൻ നേരത്തെ തന്നെ മരിച്ചുപോയതായിരുന്നു. അവൻ തന്റെ കൂട്ടുകാരൻ മോട്ടുവിന്റെ കൂടെ ചേർന്നിട്ട് ചെറിയ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോകും. കവലയിലുള്ള കടയിൽ നിന്നും പുല്ല് വെട്ടുന്ന മെഷീനും വാങ്ങിയിട്ട് അവനാകട്ടെ വീടുകളിൽ പോയി പുല്ല് വെട്ടും. മാന്യമായ കൂലിയും വാങ്ങിക്കും. അങ്ങനെ പോകുന്ന വഴിക്ക് കിട്ടുന്ന പല സാധനങ്ങളും വെച്ചിട്ട് അവൻ പല കാര്യങ്ങളും ഉണ്ടാക്കും. ഇതൊക്കെ തന്നെയായിരുന്നു ബോണിയുടെ ലൈഫ്. അവൻ കാനഡയിലേക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ പോയിട്ട് നല്ലൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. അതിനിടയ്ക്ക് അവന്റെ അങ്കിളാകട്ടെ അവന്റെ ഓഫറുമായിട്ട് വരുന്നു. ഗവൺമെന്റ് ജോലിക്കാരനായ ബോണിയുടെ അച്ഛൻ മരിച്ച സ്ഥിതിക്ക് ആ ഒരു ഒഴിവിലേക്ക് എന്തായാലും ബോണിക്ക് കയറാൻ പറ്റും. എന്നാൽ അവൻ അതിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു ഗവൺമെന്റ് ജോലിക്ക് ഇരിക്കാൻ താല്പര്യമില്ലെന്നും കാനഡയ്ക്ക് പോകാനാണ് താല്പര്യമെന്നും അവൻ പറയുമ്പോൾ അങ്കിള് പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യ്, നീ കുറച്ചുനാൾ ഇവിടെ വർക്ക് ചെയ്യ്, അത് കഴിയുമ്പോൾ ലീവ് എടുത്തിട്ട് 5-6 വർഷത്തേക്ക് നീ കാനഡയ്ക്ക് പോ. അപ്പൊ ആ ലൈഫ് നിനക്ക് എൻജോയ് ചെയ്യാലോ. നീ ഇപ്പൊ ഈ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വലിയ പണിയൊന്നും എടുക്കുകയും വേണ്ട, ലോൺ എടുക്കുകയും കാറ് വാങ്ങിക്കുകയും വീട് വാങ്ങിക്കുകയും ഒക്കെ ചെയ്യാന്ന് പറയുന്നു. അങ്കിൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടപ്പോ അത് നല്ലൊരു ഐഡിയ ആണെന്ന് ബോണിക്കും തോന്നി. അടുത്ത സീനിൽ കാണിക്കുന്നത് ഗ്രേസ് എന്നൊരു മഹിളാ സമാജത്തിലെ അംഗത്തെയും ഷൈൻമോൻ എന്നൊരു യുഡി ക്ലാർക്കിനെയാണ്. ഓൾറെഡി വിവാഹിതയും ഭർത്താവ് കാനഡയിലുമുള്ള ഗ്രേസ് ആകട്ടെ ഷൈൻമോനുമായിട്ട് ചെറിയൊരു അവിഹിതത്തിലാണ്. ഷൈൻ ഇതിൽ നല്ല പേടിയുണ്ടെങ്കിലും ഗ്രേസ് ആയിരുന്നു എപ്പോഴും ഷൈനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടിരുന്നത്. മറ്റൊരിടത്തൊരു മജിസ്ട്രേറ്റിനെ കാണിക്കുന്നുണ്ട്. തന്റെ സുഹൃത്തുക്കളുടെ കൂടെ ചെറിയൊരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ശേഷം അവിടെ നിന്നൊരു മൊമെന്റൊക്കെ വാങ്ങിയിട്ടാണ് അയാൾ വീട്ടിലേക്ക് വരുന്നത്. അയാളുടെ വൈഫ് ഉണ്ടാക്കുന്ന ആഹാരം ഒന്നും തന്നെ അയാൾക്ക് ഇഷ്ടമായിരുന്നില്ല. അയാളുടെ അമ്മയും മരുമോൾ ഉണ്ടാക്കുന്ന ആഹാരങ്ങളൊന്നും തന്നെ അധികം കഴിക്കാറില്ല. അവർ തമ്മിൽ അത്ര രസത്തിലുമായിരുന്നില്ല. വീട്ടിലൊരു അരാപ്പയ്മയെ അവർ വളർത്തുന്നുണ്ടായിരുന്നു. ആ മീനും അധികം ആഹാരമൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അതിന് മീനിന്റെ തീറ്റ ഇട്ടുകൊടുക്കാതെ ചെറിയ മത്സ്യങ്ങളെ വല്ലതും വാങ്ങി ചുറ്റുകൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് അയാളുടെ അമ്മ പറയുന്നു. ഇവിടെ മനുഷ്യന് പോലും തിന്നാൻ വായിക്ക് രുചിയായിട്ട് ഒന്നും കൊടുക്കാത്തവർക്ക് മീൻ എങ്ങനെ ആഹാരം കൊടുക്കാൻ പറ്റുന്നതെന്നായിരുന്നു അവരിരുന്ന് പറയുന്നത്. മരുമോളെ കേൾപ്പിക്കാനായിരുന്നു അവരുടെ ഈ ഒരു സംസാരം. പിന്നീട് കാണിക്കുന്നത് ഒരു സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അടുത്തേക്ക് വന്ന നമ്മുടെ ഗ്രേസിനെയാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുന്ന ഷൈൻമോൻ അവിടേക്ക് വന്നതും ഗ്രേസ് അയാളുടെ പിറകെ പോകുന്നു. പബ്ലിക്കായിട്ട് ഗ്രേസ് വന്ന് ഷൈൻ്റെ അടുത്ത് സംസാരിക്കുന്നതെല്ലാം തന്നെ അയാൾക്ക് നല്ല പേടിയായിരുന്നു. ഗ്രേസിനാകട്ടെ ആരും ഒരു പേടിയില്ലാത്ത പോലെ അയാളുടെ കയ്യില് പബ്ലിക്കായിട്ട് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ആൾക്കാർ വരികയും പോവുകയും ചെയ്യുമ്പോൾ ഷൈൻ പെട്ടെന്ന് കൈതട്ടി മാറ്റുന്നു. തന്റെ മോളും അമ്മയൊക്കെ നാട്ടിലേക്ക് പോയിരിക്കുന്നത് കൊണ്ട് താൻ ഫ്ളാറ്റിൽ ഒറ്റയ്ക്കാണ്, ഷൈൻ എന്തായാലും അങ്ങോട്ട് വരണമെന്ന് ഗ്രേസ് പറയുന്നുണ്ട്. പേടിച്ചിട്ടാണെങ്കിലും വരാമെന്ന് ഷൈൻ സമ്മതിക്കുന്നു. ഷൈൻ ജോലിക്ക് കയറാൻ ചെല്ലുമ്പോഴേക്കും അവിടെ നമ്മുടെ ബോണി ഇരിപ്പുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് അവൻ ഏകദേശം 60 കിലോമീറ്ററോളം ഉണ്ട് ഈ ഓഫീസിലേക്ക്. അതുകൊണ്ട് ദിവസവും പോയി വരണ്ട, ഷൈൻ നിൽക്കുന്ന ലോഡ്ജ് റൂമിൽ തന്നെ നിന്നുകൊള്ളാൻ അവന്റെ സീനിയർ അവനോട് പറയുന്നു. ഷൈനും അതിൽ ഒരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ തമ്മിൽ പരിചയപ്പെടുന്നുണ്ട്. താൻ എന്ത് ജോലി ചെയ്യേണ്ടതെന്ന് ബോണി ചോദിക്കുമ്പോൾ ഷൈൻ പറയുന്നുണ്ട്, തൽക്കാലം നീ ആ ഫയലൊക്കെ എടുത്ത് വായിച്ചു പഠിക്കാൻ. ആ സമയത്ത് ഗ്രേസ് ആകട്ടെ ഷൈന് തന്റെ ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷൈൻ നേരെ ഒരു ഓട്ടോ വിളിച്ച് ഗ്രേസിന്റെ ഫ്ളാറ്റിലേക്ക് പോകുന്നു. പേടിച്ചിട്ടാണെങ്കിലും എങ്ങനെയൊക്കെ ഫ്ളാറ്റിലെത്തി. അകത്തേക്ക് കടന്നതും ഗ്രേസ് ആകട്ടെ അയാളെ കെട്ടിപ്പിടിക്കാനും ടച്ച് ചെയ്യാനൊക്കെ തുടങ്ങിയിരുന്നു. തനിക്ക് വല്ലാതെ ചൂടടിക്കുകയും ദാഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, കുറച്ച് വെള്ളം തരുമെന്ന് ചോദിക്കുന്നു. ഗ്രേസ് ജ്യൂസ് എടുക്കാൻ പോയെന്നേരം കൊണ്ട് ഷൈൻ തന്നെ മോട്ടിവേറ്റ് ചെയ്യുകയായിരുന്നു. അയാളുടെ പേടി കുറയ്ക്കാൻ അയാൾ മാക്സിമം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ജ്യൂസ് ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗ്രേസ് ആകട്ടെ അയാളുടെ മുകളിലേക്ക് കയറിയിരുന്ന് അയാളെ കിസ് ചെയ്യാൻ തുടങ്ങി. പേടിച്ചു പോയി ഷൈൻ ആകട്ടെ ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ചാടി എഴുന്നേൽക്കുന്നു. താൻ കോണ്ടം വാങ്ങില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പേടി കാരണം അയാൾക്ക് എന്തായാലും തിരിച്ച് ഗ്രേസിന്റെ അടുത്തേക്ക് പോകാൻ തോന്നിയില്ല. അന്ന് വൈകുന്നേരം നല്ലപോലെ മദ്യപിച്ചിട്ടായിരുന്നു അയാൾ തന്റെ റൂമിലേക്ക് വരുന്നത്. ആ സമയത്ത് ബോണിയുടെ ഡ്രസ്സുമായിട്ട് മോട്ടു അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഷൈന്റെ ഈ അവസ്ഥ കണ്ടിട്ട് ഇവർക്ക് മനസ്സിലായില്ല എന്താ പറ്റിയതെന്ന്. ആ നല്ല ധൈര്യശാലിയാണെന്ന് പറഞ്ഞ് അയാൾ മദ്യപിച്ച് കട്ടിൽ വന്ന് കിടന്നുറങ്ങി. ഷൈൻ അന്ന് തിരിച്ചുപോയ കാരണം പിറ്റേന്ന് ഗ്രേസ് അയാളെ കാണാൻ വേണ്ടിയിട്ട് ഓഫീസിലേക്ക് വരുന്നു. ഷൈൻ സ്ത്രീകളുമായിട്ടൊന്നും അധികം ബന്ധമില്ലല്ലേ, ഇയാൾ വെർജിൻ ആണോ എന്നൊക്കെ ഷൈനോട് ഗ്രേസ് ചോദിക്കുന്നു. ഷൈൻ പേടിച്ച് ആകെ നാണത്തോടെ ഇരിക്കുകയായിരുന്നു. താൻ വെർജിൻ ആണെന്ന് തനിക്കിങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചപ്പോൾ ഗ്രേസ് പറയുന്നുണ്ട്, അത് ഇന്നലത്തെ പേടി കണ്ടപ്പോഴേ തനിക്ക് മനസ്സിലായി എന്ന്. ഇന്നലെ കോണ്ടം വാങ്ങിയില്ല എന്ന് പറഞ്ഞല്ലേ താൻ തിരിച്ചു പോയത്. ഇപ്പതാ കോണ്ടം ഞാൻ വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഇന്നെന്തായാലും വരണമെന്ന് അവർ പറയുന്നു. വരാമെന്ന് ഷൈൻ ഉറപ്പും കൊടുക്കുന്നു. ഗ്രേസ് സന്തോഷത്തോടു കൂടി ബാഗ് എടുത്ത് തോളയിലിട്ടുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങിയതും ബാഗിന്റെ സിപ്പ് അടയ്ക്കാത്ത കാരണം ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം തെറിച്ചുപോയി. കോണ്ടം ഉൾപ്പെടെ എല്ലാം അവിടെ വീണു. കോണ്ടം
നേരെ പോയി വീഴുന്നത് നമ്മുടെ ബോണിയുടെ കാൽച്ചുവട്ടിലായിരുന്നു. ബാക്കി എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ചേർന്നിട്ട് എടുത്തു കൊടുത്തു. അതുകൊണ്ട് അവർ പെട്ടെന്ന് തിരിച്ചു പോകാൻ തുടങ്ങിയതും അവരുടെ പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ അവരെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആ സമയത്താണ് തന്റെ കാൽച്ചുവട്ടിലേക്ക് വീണ് കിടന്ന കോണ്ടോ എടുത്തുകൊണ്ട് ബോണി ഇവരുടെ അടുത്തേക്ക് വരുന്നത്. മാഡത്തിന്റെ ബാഗിൽ നിന്ന് വീണു പോയതാ ഇതാന്നും പറഞ്ഞു നീട്ടുന്നു. എന്നാൽ ആൾക്കാരുടെ മുന്നിൽ വെച്ച് തന്റെ നേരെ കോണ്ട നീട്ടിയത് കാരണം ഗ്രേസ് ആകട്ടെ അത് വാങ്ങിക്കുന്നില്ല. ഇത് എന്റെയൊന്നുമല്ല, നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടായിട്ട് എനിക്ക് കോണ്ടം തരുന്നതെന്ന് ചോദിക്കുന്നു. പാർട്ടി പ്രവർത്തകരും ആ ഒരു കാര്യം ഏറ്റെടുത്തു. കാരണം ഭർത്താവ് ഗൾഫിലുള്ള ഗ്രേസ് ആകട്ടെ ബാഗിൽ കോണ്ടം കൊണ്ട് നടക്കുന്നത് എന്തിനാണെന്ന് സ്വാഭാവികമായിട്ട് ഈ പാർട്ടി പ്രവർത്തകർ ചിന്തിക്കുന്നതുകൊണ്ടാണ് ഗ്രേസ് അത് വാങ്ങാഞ്ഞതും പെട്ടെന്ന് തെറ്റു മുഴുവൻ ബോണിയുടെ തലക്കിട്ടതും. സംഭവം മനസ്സിലാക്കി ഷൈൻ ആകട്ടെ പറയുന്നുണ്ട്, ഇത് വെറുതെ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പോകാൻ. എന്നാൽ പാർട്ടിക്കാർ അത് വിടുന്നില്ല. അന്ന് വൈകുന്നേരം റൂമിലെത്തിയ ശേഷം ബോണിയാകട്ടെ താൻ കാനഡയ്ക്ക് പോകാൻ പ്ലാൻ ഇടുന്നതിനെ പറ്റി എല്ലാം തന്നെ ഷൈനോട് പറയുന്നുണ്ട്. കറക്റ്റ് ആ സമയത്താണ് ഗ്രേസും പാർട്ടിക്കാരും കേസ് കൊടുത്തിട്ട് പോലീസ് അവനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നത്. ഷൈനു ആകെ വല്ലാതെയായി. ഒന്നുമല്ലേലും താനും കൂടി കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. കോണ്ടത്തിന്റെ കാര്യവും പറഞ്ഞിട്ട് തന്നെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് പോലും ബോണിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അവൻ പറയുന്നതൊന്നും കേൾക്കാൻ പോലീസുകാരൻ തയ്യാറായില്ല. ബോണിയും കൊണ്ട് നേരെ മജിസ്ട്രേറ്റിന്റെ അടുത്തേക്കാണ് പോലീസുകാർ വരുന്നത്. എന്താ സംഭവിച്ചെന്ന് അവരും ചോദിക്കുന്നില്ല. നീ കോണ്ടം കൊടുത്തോ എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. അവനെ സംബന്ധിച്ച് അവൻ കോണ്ടം എടുത്ത് കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ ബാഗിൽ നിന്ന് തന്നെയാണ് വീണതെന്നുള്ള കാര്യം കേൾക്കാനോ അത് മനസ്സിലാക്കാനോ ആരും നിൽക്കുന്നില്ല. അവനെ 14 ദിവസത്തിലേക്ക് റിമാൻഡിൽ വിടുന്നു. സബ് ജയിലിലേക്കാണ് അവൻ പോകുന്നത്. അങ്ങനെ പാവം നമ്മുടെ ബോണിയാകട്ടെ ഒരു സ്ത്രീക്ക് കോണ്ടം കൊടുത്ത കാരണം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള പേരിൽ ജയിലിലായിരിക്കുന്നു. അവൻ ആകെ മാനസികമായിട്ട് തളർന്നിരുന്നൊരു അവസ്ഥയായിരുന്നു. അന്ന് രാത്രി ജയിൽ കഴിച്ചുകൂട്ടി പിറ്റേന്ന് രാവിലെ അവൻ ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ ആ സമയത്ത് പാച്ചൻ എന്നൊരാള് അവനെ പിടിച്ചു നിർത്തുന്നുണ്ട്. 8:30 മണി സമയം നിനക്ക് ബാത്റൂമിൽ പോകാൻ പറ്റില്ല, അത് മറ്റൊരാളുടെ സമയമാണെന്ന്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സൈമൺ എന്ന് പറയുന്ന ഒരു ഗുണ്ടയും ഗ്യാങ്ങും ഈ ഒരു ജയിലിൽ കിടപ്പുണ്ടായിരുന്നു. അവരാണ് സ്ഥിരമായിട്ട് 8:30 ടോയ്ലറ്റിൽ പോകാൻ വരുന്നത്. ആ സമയത്ത് മറ്റാരും അങ്ങോട്ട് പോകാൻ പാടില്ല. അവർ ആഹാരം കഴിച്ചിട്ടേ ബാക്കിയെല്ലാവരും ആഹാരം കഴിക്കാനും പാടുള്ളൂ. അങ്ങനെ കുറെ രീതികൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റ് 8:30 ആയപ്പോൾ സൈമനും കൂട്ടരും ഒരു ഗ്യാങ് ആയിട്ട് ടോയ്ലറ്റിലേക്ക് പോകാൻ വരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ബോണി തന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടോയ്ലറ്റിൽ പോകുന്നത്. കുറെ കഴിയുമ്പോൾ അവന്റെ അമ്മ വന്ന് അവന് ഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് അമ്മ അവനോട് ചോദിക്കുമ്പോൾ അവൻ നടന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. താനല്ലാതെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ജയിലിൽ അവന്റെ അവസ്ഥ കണ്ടിട്ട് അവർക്ക് കഷ്ടം തോന്നുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള പരിപാടിയെല്ലാം അവർ നോക്കുന്നുണ്ടായിരുന്നു. അതിന് ഗോഡ്സൺ എന്ന് പറയുന്ന ഒരു വക്കീലിനെ അവർ സെറ്റാക്കി. അങ്ങനെ ബോണി സെല്ലിൽ കിടക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു ഈച്ച വരുന്നുണ്ട്. പാട്ടൊക്കെ പാടിയായിരുന്നു ആ ഈച്ചയുടെ വരവ്. സംസാരിക്കാൻ ശേഷിയുള്ള ഈച്ച. ആ പാട്ട് കേട്ട് ഈ പാട്ട് ഇത് എവിടുന്നാ വരുന്നതെന്ന് ബോണി ചിന്തിക്കുന്നു. അവൻ ചുറ്റും നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഈച്ചയ്ക്ക് മനസ്സിലാകുന്നത് താൻ സംസാരിക്കുന്നത് ബോണിക്ക് കേൾക്കുന്നുണ്ടെന്ന്. കുറച്ചു കാലമായിട്ട് ആ ജയിലിലുണ്ടെങ്കിലും ആ ഈച്ച സംസാരിക്കുന്നത് ആർക്കും തന്നെ കേൾക്കാൻ സാധിക്കുമായിരുന്നില്ല. ബോണിക്ക് അത് സാധിക്കുന്നുവെന്ന് മനസ്സിലാക്കിയതും ഈച്ചയാകട്ടെ അവനോട് സംസാരിക്കാൻ ആരംഭിച്ചു. ആദ്യമൊക്കെ പേടിച്ചിട്ട് അവനാകട്ടെ അതിനെ അടിച്ചോടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഈച്ചയെ കൊല്ലാൻ ശ്രമിച്ചിട്ട് അവസാനം അവൻ തലയിടിച്ച് വീഴുന്നതല്ലാതെ ഈച്ചയ്ക്കൊന്നും പറ്റുന്നില്ല. അവൻ വിചാരിക്കുന്നുണ്ട് അതെന്തെങ്കിലും പ്രേതബാധയായിരിക്കുമെന്ന്. പിറ്റേന്ന് പാച്ചനോട് അവൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ജയിലിൽ പ്രേതം ഉണ്ടോ എന്ന്. അണ്ട് ഈച്ച സംസാരിക്കുന്ന കേട്ടുന്നൊക്കെ പറയുന്നു. അവൻ ഒട്ടും വിശ്വാസം ഉണ്ടായിരുന്നില്ല അത് ഈച്ചയാണെന്നും അത് സംസാരിക്കുമെന്നും. അതെന്തോ പ്രേതബാധയാണെന്നായിരുന്നു അവൻ വിചാരിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ ഈച്ചയാകട്ടെ വീണ്ടും അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ലാന്ന് നീ പേടിക്കണ്ടെന്നും പറയുന്നു. അപ്പോഴാണ് അവൻ അവന്റെ കണ്ണുകളെ വിശ്വാസമായത്. ആ ഈച്ച ശരിക്കും സംസാരിക്കും. നീ ആരാ, നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അത് തനിക്കും അറിയില്ല എന്നാണ് ഈച്ച പറയുന്നത്. ഞാൻ സംസാരിക്കുന്നത് ഇന്നേ വരെ ആർക്കും കേൾക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് ഒരാൾക്കത് കേൾക്കുന്നത്. അത് നീയാണ്. നീ ഞാനും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. കുറേയധികം ഭാഷയിൽ ഈ ഈച്ച സംസാരിക്കാൻ പാട്ടുപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. നിനക്ക് ഇത്രയധികം ഭാഷ എങ്ങനെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അത് പറയുന്നുണ്ട് ഈ ജയിലിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെല്ലാം പറയുന്ന കേട്ട് ഞാൻ പഠിച്ചതാണെന്ന്. അങ്ങനെ ബോണി ഈച്ചയും തമ്മിൽ നല്ല കൂട്ടായി. ആ ഈച്ചയ്ക്ക് ആ ജയിലായിരുന്നു അതിന്റെ വീട്. ഈ ജയില് വിട്ട് ഈച്ച എങ്ങും പോകാറുമില്ല. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിന്നതും കൊതുകിനെ കൊല്ലുന്ന മരുന്നടിക്കാൻ വേണ്ടിട്ട് ഒരാൾ അവിടേക്ക് വരുന്നു. അതോടെ നമ്മുടെ ഈച്ച പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അല്ലെങ്കിൽ താൻ ചത്തുപോകുമെന്ന് പറയുന്നു. പിറ്റേന്ന് രാവിലെ അടുക്കള വഴി ഈച്ച വീണ്ടും നമ്മുടെ ബോണിയുടെ സെല്ലിലെത്തി. ഇന്ന് രാവിലെ ഇഡലിയും സാമ്പാറുമാണെന്നാണ് ഈച്ച പറയുന്നത്. അതൊക്കെ നിനക്കെങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഈച്ച പറയുന്നുണ്ട് താൻ അടുക്കള വഴിയാണ് വന്നത്. ഈ ജയിലിലെ എല്ലാ കാര്യങ്ങളും തനിക്കറിയാമെന്ന്. താൻ അറിയാതെ ഒരു കാര്യങ്ങളും ഇവിടെ നടക്കില്ല. മാത്രമല്ല ബോണിയെ കുറിച്ചുള്ള കാര്യങ്ങളും എനിക്കറിയാം. എങ്ങനെ വന്നു, ബോണിയുടെ വീട് എവിടെയാ, ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. നീ എന്താ ഈ ജയിലിൽ തന്നെ നിൽക്കുന്നെന്ന് ചോദിക്കുമ്പോഴാണ് ഈ ഈച്ചയുടെ കഥ പറയുന്നത്. ഈ ജയിലിനുള്ള ഒരു പൂന്തോട്ടത്തിലായിരുന്നു നമ്മുടെ ഈച്ച ജനിച്ചത്. പറക്കാറായപ്പോൾ ഈച്ചയുടെ അമ്മയും കൂടി ഈ ജയിലിന് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. ചെറിയൊരു വാതിലല്ലേ, അതിനുള്ളിലൂടെ ആദ്യം അമ്മ കടന്നു. ഞാനും പിറകെ പോവുകയായിരുന്നു. എന്നാൽ പുറത്തുനിന്ന ഒരാളാകട്ടെ മസ്കിറ്റോ ബാറ്റ് വെച്ചിട്ട് ഈച്ചയുടെ അമ്മയെ അടിച്ചു കൊന്നു. തന്റെ അമ്മയുടെ മരണം നേരിട്ട് കണ്ട ഈച്ചയാകട്ടെ പിന്നീട് ആ വാതിൽ വഴി പുറത്തേക്ക് പോകാൻ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഈ ഈച്ച എപ്പോഴും ഈ ജയിലിൽ തന്നെയുള്ളത്. അതിന് ആ വാതിൽ വഴി പുറംലോകത്തേക്ക് പോകാൻ പേടിയായിരുന്നു. നിന്റെ പേരെന്താണെന്ന് ബോണി അതിനോട് ചോദിക്കുമ്പോൾ അത് പറയുന്നുണ്ട് എനിക്ക് പേരിടാൻ ആരുമില്ല എന്ന്, താൻ ഒറ്റയ്ക്കാണെന്ന്. എന്നാൽ ഞാനൊരു പേരിടാമെന്ന് ബോണി പറയുന്നു. അങ്ങനെ പേരാലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു
നോക്കുകയായിരുന്നു അവൻ. പക്ഷെ ഈച്ചയുടെ മുഖം അവന് ക്ലിയർ ആയിട്ട് കാണാൻ വയ്യ, അത്രയ്ക്ക് ചെറുതാണല്ലോ. നിന്റെ മുഖം ഒന്ന് അടുത്ത് കാണാൻ ഒരു ലെൻസ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ബോണി പറയുമ്പോൾ ഈച്ച പറയുന്നുണ്ട് ലെൻസിന് പകരം ഒരു സോഡാ കുപ്പി ഗ്ലാസ് മതിയോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനിത് കാണിച്ചു തരാം. അത് മതിയെന്ന് അവൻ പറഞ്ഞതും ഈച്ചയാകട്ടെ അവന്റെ വഴി പറഞ്ഞു കൊടുക്കുന്നു, എങ്ങനെ അതിന്റെ അടുത്ത് എത്തണമെന്നും അതെടുക്കണമെന്നും. 8:30 സൈമണിന്റെ ഗ്യാങ് ടോയ്ലറ്റിൽ പോകാൻ പോകും. ആ ഗ്യാങ്ങിന്റെ പുറകെ നീ അങ്ങ് പോയാൽ മതി. അങ്ങനെ അവര് പോയപ്പോൾ ബോണി അവരുടെ പിറകെ പോകുന്നു. ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഈച്ച പറയുന്നുണ്ട് റൈറ്റിലേക്ക് തിരി, ഇവിടെയാണ് ആ സോഡാ കുപ്പി ഗ്ലാസ് ഇരിക്കുന്നതെന്ന്. അവിടെ ഒരു പോലീസുകാരൻ ആരോടോ ഫോണിൽ സംസാരിച്ച് തിരിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. അയാൾ കാണാതെ അവിടെ മുകളിലിരിക്കുന്ന ഒരു തകരപ്പെട്ടിയിലിരിക്കുന്ന സോഡാ കുപ്പി ഗ്ലാസ് എടുക്കാൻ ഈച്ച അവനോട് പറയുന്നു. അങ്ങനെ ആരും കാണാതെ നമ്മുടെ ബോണിയാകട്ടെ ആ ഗ്ലാസും എടുത്ത് അവിടെ നിറങ്ങി. സൈമണും കൂട്ടരും കറക്റ്റ് 3 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവരുടെ പിറകെ കൂടി അവന്റെ സെല്ലിലെത്തി. ആ ഗ്ലാസ് ഉപയോഗിച്ച് അവൻ ഈച്ചയെ നോക്കുന്നു. അവർ തമ്മിൽ അത്ര നല്ല കൂട്ടായിരുന്നു. അവനതുകൊണ്ട് ആ ഈച്ചയ്ക്ക് ലവ്ലി എന്ന് പേരിട്ടു. ആ പേര് ഈച്ചയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. ഇവിടെ ഷൈൻ ആകട്ടെ ഗ്രേസിനോട് സംസാരിക്കുന്നുണ്ട്. കള്ളക്കേസിൽ കുടുക്കി ബോണി അകത്താക്കിയത് ശരിയല്ല എന്ന് പറയുന്നു. എന്നാൽ ആ നിമിഷം തനിക്ക് തന്റെ മാനം രക്ഷിക്കാൻ അതേ ഉണ്ടായിരുന്നുള്ള വഴിയെന്നാണ് ഗ്രേസ് പറയുന്നത്. എന്നാൽ ബോണി കാനഡയ്ക്ക് പോകാൻ നിൽക്കുന്നതാണെന്നും ഈ ഒരു കേസ് കാരണം അവന്റെ ഫ്യൂച്ചറും അവന്റെ ജോബും എല്ലാം തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണെന്നും പറഞ്ഞതോടുകൂടി ഗ്രേസിനും കഷ്ടം തോന്നുന്നുണ്ട്. ആദ്യമൊക്കെ ഗ്രേസ് കേസ് പിൻവലിക്കാൻ മടി കാണിച്ചെങ്കിലും ഒടുവിൽ ഷൈൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് കേസ് പിൻവലിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തുന്നു. ഇവിടെ നമ്മുടെ ബോണിയാകട്ടെ ജയിലിൽ ലവ്ലിയുടെ കൂടെ അടിച്ചു പൊളിച്ച് കഴിയുകയായിരുന്നു. ലവ്ലിക്ക് വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു വീട് വരെ അവൻ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ സ്വാതന്ത്ര്യദിനത്തിന്റെ അന്ന് എല്ലാവരും പതാകയൊക്കെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബോണിയോട് ലവ്ലി പറയുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഒരു അടി നടക്കുമെന്ന്. ആ ഗുണ്ടാ സൈമണെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘം ഈ ജയിലിനകത്ത് കയറിയിട്ടുണ്ട്. നേരത്തെ നമ്മുടെ സൈമണിന്റെ വലങ്കൈയായിട്ട് നിന്നിട്ടുള്ള ബോംബെ ഷിബു എന്ന് പറയുന്ന ആളാണ്. ഇപ്പോൾ സൈമണുമായിട്ട് തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ്. അവനാണ് സൈമണിനെ അടിക്കാൻ വരുന്നത്. ഇന്ന് ഷിബു മിക്കവാറും സൈമണിന്റെ കൈവെട്ടും. ഇത് കേട്ടതോടെ ബോണി പേടിച്ചു. അവൻ പെട്ടെന്ന് തന്നെ പാച്ചനോട് കാര്യങ്ങൾ പറയുന്നു. സംഭവം കേട്ട് പേടിച്ച പാച്ചനാകട്ടെ സൈമണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അയാളോട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഓടുകയായിരുന്നു. അപ്പോഴേക്കും ബോംബെ ഷിബു സംഘവും സൈമണിനെ ആക്രമിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സമയത്ത് പാച്ചൻ വന്ന് അവരുടെ കത്തി തട്ടിക്കളഞ്ഞതുകൊണ്ട് സൈമൺ രക്ഷപ്പെട്ടു. പിന്നെ അവിടെ വലിയൊരു അടി തന്നെയാണ് നടക്കുന്നത്. ഇവിടെ നമ്മുടെ മജിസ്ട്രേറ്റ് ആകട്ടെ അയാളുടെ അമ്മച്ചി പറഞ്ഞ പ്രകാരം അരാപ്പയ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മീനുകളെ വാങ്ങിയിട്ട് വരുന്നുണ്ട്. ആ കുഞ്ഞു മീനുകളെ അക്വേറിയത്തിലേക്ക് ഇട്ടതും ആ വലിയ മീൻ അതിനെയൊക്കെ തിന്നാൻ ആരംഭിച്ചു. അപ്പോഴാണ് അകത്ത് റൂമിൽ നിന്നും തന്റെ ഭാര്യയും അമ്മയും സംസാരിക്കുന്ന അയാൾ കേൾക്കുന്നത്. അയാളുടെ ഭാര്യ അയാളുടെ അമ്മയ്ക്ക് സാരി ഉടുപ്പിച്ച് കൊടുക്കുകയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം സന്തോഷത്തോടു കൂടി അവർ സംസാരിക്കുകയും തങ്ങളുടെ സാരികൾ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവർ രണ്ടുപേരും സന്തോഷത്തോടെ സംസാരിച്ചിരിക്കുന്ന കണ്ടിട്ട് ഇയാളും ഹാപ്പിയായി. ഇവിടെ തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് സമയത്ത് കാര്യങ്ങൾ പറഞ്ഞ ബോണിയാകട്ടെ സൈമണും സംഘവും തങ്ങളുടെ സെല്ലിലേക്ക് വിളിക്കുകയും പൊറോട്ടയും ബീഫും കൊടുക്കുകയും ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ മജിസ്ട്രേറ്റ് ആഹാരം കഴിക്കാൻ വന്നിരുന്നപ്പോ അന്നത്തെ ആഹാരം അയാൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇത് ആരാ ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോ അയാളുടെ വൈഫ് പറയുന്നുണ്ട് താനാ ഉണ്ടാക്കിയത്, പക്ഷെ റെസിപ്പി അമ്മച്ചിയുടേതായിരുന്നു എന്ന്. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം അയാൾക്ക് നല്ല ആഹാരം കിട്ടാൻ തുടങ്ങി. അയാളുടെ വീട്ടിലെ അന്തരീക്ഷവും നല്ല രീതിയിലായി. അതുകൊണ്ട് അയാൾ അന്ന് നല്ല ഹാപ്പി ആയിരുന്നു. ബോണിയുടെ ബെയിലുമായിട്ട് ഗോഡ്സൺ ചെന്നപ്പം തന്നെ ആ ബെയിൽ അയാൾ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. ഇവിടെ ബോണി നമ്മുടെ ലവ്ലിയുമായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ നിനക്കൊരു സൂത്രം കാണിച്ചു തരാമെന്ന് ലവ്ലി പറയുന്നുണ്ട്. ഞാൻ വരുമ്പോഴേക്കും നീ ഇവിടെ നിന്ന് പോകുന്നു ചോദിക്കുന്നു. ഞാൻ ഇവിടെ പോകാനാ, ഞാൻ ഇവിടെ തന്നെ കാണുമെന്ന് അവൻ പറയുന്നു. പക്ഷെ എനിക്ക് എന്തോ ഒരു ഡാർക്ക് ഫീലിംഗ് അടിക്കുന്നുണ്ടെന്ന് ലവ്ലി പറയുന്നുണ്ട്. അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് അവൻ പറഞ്ഞതും ശരി നീ ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് ലവ്ലി എങ്ങോട്ടോ പോയി. പക്ഷെ കറക്റ്റ് ആ സമയത്ത് തന്നെയാണ് അവന് ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ആള് വരുന്നത്. അവനൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവനോട് അവിടെ നിന്നും പോയിക്കൊള്ളാൻ പറഞ്ഞു. ലവ്ലി സെല്ലിലേക്ക് തിരിച്ചു വരുമ്പോൾ തന്നെ അവിടെ കണ്ടില്ലെങ്കിൽ ലവ്ലിക്കും വിഷമമാവും. ലവ്ലി ഇവിടെ വിട്ടിട്ട് പോകാൻ അവനും വിഷമമാകുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, അവന് ജയിലിൽ നിന്ന് പുറത്തു പോയല്ലേ പറ്റൂ. അവൻ പുറത്തിറങ്ങിയിട്ടും തിരിഞ്ഞു കുറെ തവണ ലവ്ലി എവിടെങ്ങാനും ഉണ്ടോന്ന് നോക്കുന്നുണ്ട്. പക്ഷെ കണ്ടില്ല. ഒരുപാട് വിഷമത്തോടു കൂടിയാണ് അവൻ ജയിലിൽ നിന്നും പോയത്. ലവ്ലി തിരിച്ചെത്തിയതും അവനെ കാണാതെ ആകെ വിഷമത്തിലായി. ജയിലിനുള്ളിലെല്ലാം തന്നെ നോക്കിയിട്ടും അവനെ കാണുന്നുണ്ടായിരുന്നില്ല. വീട്ടിലെത്തി നമ്മുടെ ബോണിയാകട്ടെ ഒട്ടും സന്തോഷവാനായിരുന്നില്ല. എന്തിനും ഏതിനും അവന് ദേഷ്യം വരാൻ തുടങ്ങി. എപ്പോഴും റൂമിൽ ഒറ്റയ്ക്ക് അടച്ചിരിക്കും. അവന്റെ അവസ്ഥ കണ്ടിട്ട് വീട്ടുകാർക്ക് പോലും പേടിയാകാൻ തുടങ്ങിയിരുന്നു. അവൻ ലവ്ലി ഒരുപാട് മിസ് ചെയ്തു തുടങ്ങി. നിനക്ക് എന്താ പറ്റിയെന്ന് മോട്ടോവിനോട് ചോദിക്കുമ്പോൾ അവൻ മോട്ടോവിനോട് ലവ്ലിയെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നു. എന്നാൽ മോട്ടോ ആകട്ടെ അവന് ഭ്രാന്താണെന്നാണ് പറയുന്നത്. അവൻ പറയുന്ന ഒരു കാര്യങ്ങളും മോട്ടോ വിശ്വസിക്കുന്നില്ല. എന്നാലും മോട്ടോവിനെയും കൂട്ടിയിട്ട് അവൻ ഒരു തവണ കൂടി ജയിലിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ അവിടെ എങ്ങും തന്നെ ലവ്ലിയെ കണ്ടില്ല. മോട്ടോ അവന്റെ മറ്റു കൂട്ടുകാരോടും പറഞ്ഞിട്ട് എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ അവരെല്ലാവരും തന്നെ ബോണിയെ കളിയാക്കാൻ തുടങ്ങിയിരുന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോഴെല്ലാം തന്നെ ലവ്ലിയുടെ ചെറുകടി ശബ്ദങ്ങൾ അവന്റെ ചെവിക്ക് ചുറ്റും കേൾക്കുന്നതായിട്ട് അവന് തോന്നുന്നു. ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു അവന്. അവൻ ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്ന കേട്ടിട്ട് അവന്റെ അമ്മയാകട്ടെ അവനോട് സംസാരിക്കാൻ വരുന്നു. അവൻ അമ്മയോട് കാര്യം തുറന്ന് പറയുന്നുണ്ട്. ഞാൻ ജയിലിലൊരു ഈച്ചയെ പരിചയപ്പെട്ടു, അതെന്നോട് സംസാരിച്ചു എന്നൊക്കെ. അത്രയും പറഞ്ഞിട്ട് അവൻ വാതിലടക്കുകയും ചെയ്തു. അവന്റെ അമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല ഇവനിത് എന്താ പറ്റിയെന്ന്. അവന്റെ അമ്മയും അങ്കിളും ചേർന്നിട്ട് പിറ്റേന്ന് മോട്ടോവിനെ വിളിച്ചെടുത്ത് സംസാരിക്കുന്നുണ്ട്. അവൻ പറയുന്നുണ്ട് തന്നോട് ഈ ഈച്ചയുടെ കഥ തന്നെയാണ് അവൻ പറഞ്ഞതെന്ന്. മാത്രമല്ല മിക്ക ദിവസങ്ങളിലും ആ ജയിലിന്റെ അടുത്ത് പോവുകയും ചെയ്യുന്നു. അവൻ ഇനി വല്ല ലവ് ഫെയിലിയർ ആണോ എന്നാണ് അവന്റെ അങ്കിൾ വിചാരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ലവ് ഫെയിലിയർ ഒന്നും ഇല്ലാന്ന്
എന്ന് മോട്ട് പറയുന്നു. ഇവര് ഫ്രണ്ട്സ് എല്ലാം ചേർന്നിരുന്ന് പാർട്ടി നടത്തുമ്പോഴും ബോണി മാത്രം ആകെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. നിനക്കിത് എന്ത് പറ്റിയെന്ന് വീണ്ടും വീണ്ടും മോട്ട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ലൗലി ജയിലിലുണ്ട്, എനിക്ക് ജയിലിൽ പോകണമെന്ന്. പിന്നീട് അങ്ങോട്ട് എങ്ങനെ ജയിലിൽ പോകാമെന്നായിരുന്നു അവന്റെ ചിന്ത. പിറ്റേന്ന് പുല്ല് വെട്ടുന്ന ആ യന്ത്രം എടുക്കാൻ വേണ്ടിയിട്ട് അവൻ കടയിലേക്ക് വന്ന സമയത്ത് ആ കടക്കാരെ ഇവനെ കളിയാക്കുന്നു. നിന്റെ കോണ്ടം കേസൊക്കെ തീർന്നു എന്ന് ചോദിച്ചിട്ട് ദേഷ്യം വന്ന് അവനാകട്ടെ മോട്ടുവിനോട് ചോദിക്കുന്നുണ്ട് ഇയാളെ ഞാൻ തല്ലിക്കഴിഞ്ഞാൽ എനിക്ക് ജയിലിൽ പോകാൻ പറ്റുമെന്ന്. ആ പോകാൻ പറ്റുമെന്ന് മോട്ടു പറയുന്നു. എന്നാൽ അവൻ പോയി തല്ലുമെന്ന് ഒരിക്കലും മോട്ടു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അയാൾ കറണ്ടിൽ എന്തോ പണിതുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ബോണി പിറകിലൂടെ പോയി അയാളെ ചവിട്ടുന്നത്. അയാളാകട്ടെ നല്ലപോലെ മദ്യപിച്ചിട്ടുമുണ്ടായിരുന്നു. ഒറ്റ ചവിട്ടിന് അയാളെ താഴെ വീണു. പിന്നെ കാണിക്കുന്ന അയാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ്. എന്നാൽ മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ അയാൾക്ക് എന്താ സംഭവിച്ചതെന്ന് കറക്റ്റായിട്ട് അപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഷോക്ക് അടിച്ച് വീണുവെന്നാണ് എല്ലാവരോടും പറഞ്ഞത്. അത് കാരണം ബോണിക്കെതിരെ ഒരു കേസും വന്നതുമില്ല. അവനാകട്ടാകെ വിഷമമായി. എങ്ങനെ ജയിലിൽ പോകുമെന്ന് അവൻ വീണ്ടും ആലോചിക്കാൻ തുടങ്ങി. ഇവിടെ ഇവന്റെ കേസിന്റെ ഹിയറിങ്ങിന് വീണ്ടും പോകണമായിരുന്നു. അത് കാരണം ആ വക്കീലാകട്ടെ അവനോട് പറയുന്നുണ്ട് നീ കോണ്ടം കൊടുത്തിട്ടുണ്ടോ എന്ന് അവര് ചോദിക്കുകയാണെങ്കിൽ ഇത്തവണ നീ കൊടുത്തിട്ടില്ല എന്ന് പറയണം. ആ സ്ത്രീ നിന്റെ കയ്യിൽ തന്നു എന്ന് വേണം പറയാൻ. കേസ് നമുക്ക് തിരിക്കണം. അങ്ങനെ കേസ് കോടതിയിൽ വിളിച്ചിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ജയിലിൽ പോകണം എന്നുള്ള ലക്ഷ്യമായിട്ടായിരുന്നല്ലോ ബോണി അവിടെ ഇരിക്കുന്നത്. ഗ്രേസിന്റെ വക്കീല് വാദിക്കുന്നുണ്ട് ആ പയ്യൻ കോണ്ടം കൊടുത്തത് തന്റെ കക്ഷിയുടെ പൊളിറ്റിക്കൽ ഇമേജിനെ ഒരുപാട് ബാധിച്ചുവെന്ന്. അങ്ങനെ ഇമേജിനെ ബാധിച്ചുവെന്ന് മജിസ്ട്രേറ്റ് ചോദിക്കുമ്പോൾ ഗ്രേസ് പറയുന്നുണ്ട് ഇമേജിനെ ബാധിച്ചു, പക്ഷെ എനിക്ക് അതിൽ പരാതിയില്ല എന്ന്. ഞാൻ ഈ കേസ് പിൻവലിക്കുക. അത് കേട്ട് ഗ്രേസിന്റെ വക്കീല് ഞെട്ടി. കാരണം വക്കീലിനോട് ഗ്രേസ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഷൈൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചായിരുന്നു ഗ്രേസ് കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചത്. താൻ കാരണം ഒരു പയ്യന്റെ ഭാവിയും ജോലിയും ഇല്ലാതാകാൻ വേണ്ടിയിട്ടാണ് താൻ കേസ് പിൻവലിക്കുന്നതെന്ന് ഗ്രേസ് പറയുന്നു. എന്നാൽ ഇത് കേട്ട് ബോണിക്ക് ദേഷ്യം വന്നിട്ട് ബോണി പറയുന്നുണ്ട് താൻ യഥാർത്ഥത്തിൽ ഇവർക്ക് കോണ്ടം കൊടുത്തു എന്ന്. അവനെ സംബന്ധിച്ച് ജയിലിൽ പോണ ലൗലിയെ കാണണം, തന്നെ സബ് ജയിലിലേക്ക് അയക്കാനും അവൻ പറയുന്നുണ്ട്. എന്നാൽ മജിസ്ട്രേറ്റിന് ഇത് കേട്ട് ദേഷ്യം വരുന്നു. ഒരാളെ കേസ് പിൻവലിക്കുമെന്ന് പറയുന്നു, മറ്റേയാളാകട്ടെ കുറ്റം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ബോണിയുടെ വക്കീലിനും ആകെ ദേഷ്യം വരുന്നുണ്ട്. ബോണി ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കുറ്റം സമ്മതിക്കുന്ന കാരണം. ഒടുവിൽ മജിസ്ട്രേറ്റ് പറയുന്നുണ്ട് സെക്സ് എഡ്യൂക്കേഷനൊക്കെ സ്കൂളിലേക്ക് കൊടുക്കുന്ന ഈ കാലത്ത് കോണ്ടവും സാനിറ്ററി നാപ്കിനും ഒന്നും തന്നെ സദാചാര വിരുദ്ധമായിട്ടുള്ള സാധനങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് ഈ കേസ് ക്ലോസ് ചെയ്യുന്നു. 14 ദിവസം അവർ റിമാൻഡിൽ കിടന്നതിന് പകരമായിട്ട് കോമ്പൻസേഷൻ കൊടുക്കണമെന്നും ഗ്രേസിനോട് പറയുന്നുണ്ട്. കോമ്പൻസേഷൻ എന്ത് വേണമെങ്കിലും കൊടുക്കാമെന്ന് ഗ്രേസും പറയുന്നു. എനിക്ക് കോമ്പൻസേഷൻ വേണ്ട, ജയിലിൽ പോയാൽ മതി എന്നാണ് ബോണി അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. പക്ഷേ കേസ് ക്ലോസ് ആയ കാരണം അവൻ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരുപാട് വിഷമത്തിൽ വീട്ടിലിരിക്കുകയായിരുന്നു അവൻ. ഉറക്കമേ വരുന്നുണ്ടായിരുന്നില്ല. രാത്രി ഇറങ്ങി നടക്കാൻ നേരത്താണ് അവൻ തന്റെ അയൽവക്കത്തുള്ള ആ 2 നായ്ക്കളെ കാണുന്നത്. ഒരിടത്ത് അമ്മയും കുട്ടികളും, മറ്റൊരു വീട്ടിലെ അച്ഛൻ. അവൻ ആ ഒറ്റയ്ക്ക് നിൽക്കുന്ന അച്ഛനായ നായക്കുട്ടിയെ എടുത്തുകൊണ്ട് അമ്മയുടെയും മക്കളുടെ അടുത്തേക്ക് കൊണ്ടുവിടുന്നു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് അവന്റെ കൂട്ടുകാരൻ നോക്കുമ്പോൾ അവൻ ഒറ്റയ്ക്കൊരു മലമുകളിൽ നിൽക്കുകയായിരുന്നു. അവർ പേടിച്ചാണ് അവന്റെ അടുത്തേക്ക് പോകുന്നത്. അവനെങ്ങാനും ചാടി ചാകുമോ എന്നായിരുന്നു അവരുടെ പേടി. നീ ഓക്കെ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അവനാകട്ടെ ഓടി വന്ന് അവരെ കെട്ടിപ്പിടിച്ച് കരയുന്നു. പിന്നീട് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ബോണി പറയുന്നുണ്ട് തനിക്ക് ജയിലിൽ പോകണമെന്ന്. ഇത് കേട്ട് ദേഷ്യം വന്ന് അവന്റെ ഒരു കൂട്ടുകാരൻ പറയുന്നുണ്ട് ജയിലിൽ പോകണമെന്ന് നിനക്ക് ഇത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ നീ ആ സ്ത്രീക്ക് കോണ്ടം കൊടുക്കുന്നതിന് പകരം അവരെ അങ്ങ് പീഡിപ്പിച്ചാൽ മതിയായിരുന്നു എന്ന്. നിനക്ക് ഏത് ജയിലിൽ വേണമെങ്കിലും പോകാമായിരുന്നു. കൂട്ടുകാരുമായിട്ട് വഴക്കിട്ട് ബോണി അവിടെ നിന്ന് നേരെ പോകുന്നത് ഷൈന്റെ അടുത്തേക്കായിരുന്നു. താൻ ഇനി ജോലിക്ക് വരുന്നില്ല എന്നൊക്കെ അവൻ പറയുന്നു. നീ നിരപരാധിയല്ലേ, പിന്നെ എന്തിനാ നീ ജോലിക്ക് വരാതിരിക്കുന്നതെന്ന് ഷൈൻ ചോദിക്കുമ്പോൾ ബോണി തിരിച്ചു ചോദിക്കുന്നത് ആ ചേച്ചിയെ സാറിന് അറിയാമോ, ആ ചേച്ചിയുടെ വീട് എവിടെയാണെന്ന്. ഷൈൻ ആകട്ടെ ഗ്രേസിന്റെ വീട് അറിയാവുന്നത് കൊണ്ട് തന്നെ അഡ്രസ് ഒറ്റ സ്ട്രെച്ചിൽ അവൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നിനക്കെന്തിനാ അഡ്രസ് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് അവൻ പറയുന്നു. എന്നാൽ നീ ഇവിടെ ഇരിക്കുന്ന ഈ ബൈക്കിലല്ലേ വന്നത്, നിന്റെ ബൈക്കിന്റെ കീ ഒന്ന് താ എന്ന് പറഞ്ഞിട്ട് ഷൈൻ ആകട്ടെ ബോണിയുടെ ബൈക്കിന്റെ കീയും വാങ്ങിയിട്ട് നേരെ പോകുന്നത് ഗ്രേസിനെ കാണാനാണ്. ഇത്തവണ അയാൾ നല്ല ധൈര്യത്തിലായിരുന്നു. എന്നാൽ ഷൈൻ ഗ്രേസിന്റെ അടുത്തേക്കാണ് പോയിരിക്കുന്നതെന്ന് അറിയാതെ നമ്മുടെ ബോണിയും ഗ്രേസിന്റെ അടുത്തേക്ക് പോകുന്നു. അവിടെ ചെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ ബോണി കാണുന്നത് ഗ്രേസും ഷൈനും കെട്ടിപ്പിടിച്ച് നിന്ന് കിസ് ചെയ്യുന്നതാണ്. അത് കണ്ടതും അവനാകട്ടെ നിസ്സഹായനായി ആ വാതിലടച്ചിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി. പതിയെ ബോണി ഒരു ഡിപ്രഷനിലേക്ക് പോവുകയായിരുന്നു. അവൻ ലൗലിയെ അത്രയധികം മിസ് ചെയ്യാൻ തുടങ്ങി. പിറ്റേന്ന് പുല്ല് വെട്ടാൻ പോയ സമയത്തും അവൻ ആകെ സ്റ്റക്കായിട്ട് ഒരിടത്ത് തന്നെ നിൽക്കുകയായിരുന്നു. ഇത് കണ്ട് കഷ്ടം തോന്നിയ മോട്ടു അവനോട് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്ത് ഒരു ബ്രേക്ക് എടുക്കാം, നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാമെന്ന്. അവർ കവലയിലെ കടയിലേക്ക് ആഹാരം കഴിക്കാൻ പോയി. അവിടെ ഇരിക്കുമ്പോഴാകട്ടെ പെട്ടെന്ന് ലൗലി അവന്റെ അടുത്തേക്ക് വരുന്നു. ലൗലിയുടെ സൗണ്ട് കേട്ടത് ശരിക്കും ഉള്ളതാണെന്ന് പോലും അവന് വിശ്വസിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവനെ ഒരുപാട് ലൗലി മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും തമ്മിൽ കണ്ടതും ചിരിക്കുകയും കരയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയും ദിവസം പരസ്പരം കാണാതിരുന്നതിന്റെ എല്ലാ പരിഭവങ്ങളും പറയുന്നുണ്ട്. പക്ഷെ ആ സമയം ഇവൻ നേരത്തെ അടിച്ച കടക്കാരനില്ലേ, അയാൾ അവനെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. തന്നെ അടിച്ചിട്ടത് ഇവനാണെന്ന് ഓർമ്മ വന്ന അയാളാകട്ടെ അവനെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരുന്നു. തൊട്ടടുത്തിരുന്ന മോട്ടുവിനെ ലൗലിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നു നമ്മുടെ ബോണി. ഇവന് നീ പറയുന്നൊന്നും കേൾക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷെ ഇവനാണ് എന്റെ അടുത്ത കൂട്ടുകാരൻ മോട്ടു എന്ന് പറയുന്നു. അങ്ങനെ ആ മോട്ടുവിനെ നോക്കി ലൗലി ആ മേശപ്പുറത്തിരുന്നതും ആ കടക്കാരൻ ദേഷ്യത്തിൽ വന്ന് ആ മേശമേൽ അടിച്ചുകൊണ്ട് നീ എന്തിനാടാ എന്നെ അടിച്ചെന്ന് ചോദിച്ച് ബോണിയോട് വഴക്കിടുന്നു. പക്ഷെ ആ കടക്കാരന്റെ അടി കൊണ്ടത് മേശപ്പുറത്തിരുന്ന നമ്മുടെ ലൗലിയുടെ ദേഹത്താണ്. ലൗലി അനക്കമില്ലാതെ ദൂരേക്ക് തെറിച്ചുപോയി. ഇത് കണ്ട് ബോണിക്ക് ഭ്രാന്ത്
പിടിക്കുന്ന അവസ്ഥയായി. അയാളെ തന്റെ ലൗലിയെ കൊന്നുവെന്ന് പേടിച്ച് അവനാകട്ടെ അയാളെ അടിക്കാൻ തുടങ്ങി. ഒറ്റയടിക്ക് അയാളെ താഴെക്കിട്ട ശേഷം അവൻ ലൗലിയുടെ അടുത്തേക്ക് പോയിട്ട് ലൗലിയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു. ദേഷ്യം വന്ന ആ കടക്കാരനാകട്ടെ അവിടെ ഇരുന്നൊരു പാത്രം എടുത്ത് നമ്മുടെ ബോണിയുടെ തലക്കടിച്ചു. ബോണിയാകട്ടെ ബോധം കെട്ട് താഴേക്ക് വീഴുകയും ചെയ്തു. കുറച്ചു കഴിയുമ്പോൾ അവൻ എഴുന്നേറ്റ് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ആ കടക്കാരൻ അവിടെ നിന്നും തന്റെ കടയിലേക്ക് പോയി. കുറെ നേരം ബോധം കെട്ട് ബോണി അവിടെ കിടന്നു. ആ സമയത്ത് ലൗലി എങ്ങനെയാണ് ധൈര്യം സംഭരിച്ച് ആ ജയിലിൽ നിന്നും പുറത്തു വന്നതെന്ന് കാണിക്കുന്നുണ്ട്. ബോണിയെ കാണാതെ അത്രയധികം വിഷമിച്ചിരുന്ന ലൗലി ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ ജയിലിന് പുറത്തേക്ക് പറക്കാൻ ശ്രമിച്ചത്. ഒരു തവണ തന്റെ അമ്മ പോയിട്ട് മരിച്ചത് കാരണം നമ്മുടെ ലൗലിക്ക് പേടിയായിരുന്നു പുറത്തേക്ക് ഇറങ്ങാൻ. പക്ഷെ ബോണിക്ക് വേണ്ടിയിട്ട് ലൗലി എങ്ങനെയോ ഇവിടെ എത്തി. ബോധം തിരിച്ചു കിട്ടിയ ലൗലിയാകട്ടെ നമ്മുടെ ബോണിയെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നു. നീ മരിച്ചില്ലേ എന്ന് ബോണി ചോദിക്കുന്നു. ഭാഗ്യവശാൽ എനിക്കൊന്നും പറ്റിയില്ല, ചെറുതായിട്ടൊന്നും ബോധം പോയതേ ഉള്ളൂ എന്നാണ് ലൗലി പറയുന്നത്. ലൗലി സേഫ് ആണെന്ന് മനസ്സിലായതോടെ ബോണി ഒരുപാട് ഹാപ്പിയായി. പക്ഷെ ഇത് റിവഞ്ച് എടുക്കാനുള്ള ടൈമാണെന്നാണ് ലൗലി പറയുന്നത്. നിന്നെ അടിച്ച കടക്കാരനിട്ട് നമുക്ക് പണി കൊടുക്കാം. എന്നിട്ട് ബോണിയോട് ലൗലി പറയുന്നുണ്ട്, അയാളുടെ ഓരോ മൂവ്മെന്റ്സും ഞാൻ നിനക്ക് മുൻപേ പറഞ്ഞു തരാം, അതിനനുസരിച്ച് നീ അയാളെ തടുത്താൽ മതി. അങ്ങനെ ബോണി ആ കടക്കാരന്റെ അടുത്തേക്ക് ചെല്ലുകയും അയാളുമായിട്ട് ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നല്ല അടി കിട്ടിക്കഴിഞ്ഞ് അവസാനം ഒരു ചെറിയ കമ്പിയെടുത്ത് അയാളുടെ നെഞ്ചിന് നേരെ വരുമ്പോഴേക്കും ലൗലി പറയുന്നുണ്ട്, ഇത്രയും മതി, ഇനി ഇയാളെ ഒന്നും ചെയ്യേണ്ടെന്ന്. അതോടെ ആ കമ്പിയും കളഞ്ഞിട്ട് അവൻ ലൗലിയുടെ കൂടെ അവിടെ നിന്നും പോയി. അങ്ങനെ മലമുകളിൽ ലൗലിയുടെ കൂടെ ഇരിക്കുന്ന അവനാകട്ടെ ലോകത്തോട് പറയുന്നുണ്ട്, ലൗലിയുടെ കൂടെ ചേർന്ന് ഞാനും ഇപ്പോൾ ഒരു സൂപ്പർ ഹീറോയാണെന്ന്. ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളും വരാനിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ ലൗലിയുടെ സഹായത്തോടെ എനിക്ക് പറയാൻ പറ്റും. ഇവിടെ എന്റെ സൂപ്പർ പവറിന്റെ ഒരു തുടക്കം മാത്രമാണെന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.